9 സ്കൂളുകളിൽ രാസലഹരി പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങക്ക് വിട്ടുതന്നു. നിങ്ങളെ മക്കൾ ആ ലോകത്തേക്ക് സഞ്ചരി. താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഒരു ചെക്കൻ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസിനെ കണ്ടപ്പോൾ ബൈക്ക് ഉരുണ്ട് വീണു. അവൻ എണീറ്റ് പരക്കം പാഞ്ഞ് എണീറ്റിട്ട് ഓടിപ്പോകുമ്പോൾ ഓരോ ഗീശയിൽ ഒരു വെള്ളപ്പൊടി അങ്ങ് വീണുപോയി. ചെക്കൻ പോലീസിനെ കണ്ടത് വെള്ളപ്പൊടി മുറിച്ച് ഒരൊറ്റ വിഴുങ്ങൽ, ഒരൊറ്റ ഗ്രാം ഉണ്ടാവും സാധനം. അത് വിഴുങ്ങിയത് എന്താ സംഭവിച്ചത്? പോലീസിന്റെ മുമ്പിൽ നിന്ന് ഒരു പാമ്പ് പടച്ച് മരിക്കുന്നത് പോലെ ഈ ചെക്കൻ പടച്ചു വെച്ചില്ലേ. അപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് ഈ സാധനം 1 ഗ്രാം വയറ്റിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ പടച്ചു മരിച്ചു പോകുന്നു. അതാണ് ഈ സാധനം. ഭീകരമാണ്. 4 വയസ്സുകാരന്റെ കയ്യിൽ, 4ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്. അപ്പൊ നിങ്ങളേക്ക് 4ാം ക്ലാസ്സുകാരന്റെ അടുത്ത് നിന്ന് ഇത് എഴുന്നാ കിട്ടുവാന്ന്. ഇത് കണ്ട് ഇന്ന് തൊട്ടിട്ട് നല്ലോണം നോക്കിക്കോളി നിങ്ങള്. ഇതൊരു വെള്ളപ്പൊടിയാണ്. അത് പഞ്ചസാര തരി പോലെ, 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ കർപ്പൂരം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ കൽക്കണ്ടി പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ കൂവപ്പൊടി പോലെ, കേങ്ങിന്റെ പൊടി പോലെ എന്തോ ഒരു വെള്ളപ്പൊടിയാണ്. ഇത് 1 ഗ്രാമിന് 2000 മുതൽ 5000 രൂപ വരെ വിലയുണ്ട്. 4ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയപ്പോ അമ്മ ചോദിച്ച ചോദ്യം എന്താ പറയുക? പോലീസ് തിന്നും തന്നെ വായിച്ചില്ല. പിന്നെ എന്റെ ചക്കൻ 4000 രൂപയ്ക്ക് ഇത് എവിടുന്ന് വാങ്ങിച്ചു തിന്നുവനാ? അവിടെയാണ് അമ്മമാരെ ശ്രദ്ധിക്കേണ്ടത്. ഇത് വെറുതെ കൊടുക്കുന്നത് ആ കുട്ടിക്ക്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ഇന്ന് തൊട്ടിട്ട് മക്കളുടെ കൈ, പെൺകുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പെൺകുട്ടികൾ ഇത് ഉപയോഗിച്ചാൽ എന്താ ഗുണം എന്നറിയോ? ഇതിന് പെൺകുട്ടികൾ ഉപയോഗിച്ച് എത്ര പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും മനസ്സിലാവില്ല. അതുകൊണ്ട് പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന് റേപ്പ് ഡ്രഗ് എന്നാണ് പേര്. ആൺകുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ പാർട്ടി ഡ്രഗ്സ് എന്നാണ് പേര്. DJ പാർട്ടികളിൽ കുട്ടികൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ആവേശത്തോടു കൂടി തുള്ളുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, പെരാന്തനായി കച്ചക്കെ. ഒരു മനുഷ്യന് 4 പാട്ടിനെ തുടർച്ചയായി തുള്ളാൻ പറ്റുള്ളൂ. 4 പാട്ടിനപ്പുറവും നിങ്ങളെ മക്കൾ ആവേശത്തോടു കൂടി തുള്ളുന്നുണ്ട് എങ്കിൽ അതിനൊന്ന് നിരീക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്നു മുതൽ നോക്കണം. നമ്മളെ പുതിയ തലമുറയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവില്ല, ഇവിടെ മതം ഉണ്ടാവില്ല, ഇവിടെ രാഷ്ട്രീയം ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിൽ യുവതലമുറയെ കാണുന്നില്ല, കല്യാണ വീടുകളിൽ കാണുന്നില്ല, ഒന്നിലും അല്ല കാണുന്നില്ല. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഈ കുട്ടികൾ എവിടെ പോകുന്നുണ്ടെന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. ഈ കുട്ടികളെയാണ് ഈ ലഹരി മാഫിയ വേട്ടയാടുന്നത്. ഈ കുട്ടികൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഹിന്ദു മുസ്ലിം ഒന്നും ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി CPM ഉം BJP യും കോൺഗ്രസും ഒരു പാർട്ടിയും കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതേ രീതിയിൽ ലഹരി വസ്തു കൂടുകയാണെങ്കിൽ കേരളത്തിൽ 7.5 കൊല്ലം കഴിഞ്ഞാൽ യുവാക്കളെ കാണാനുണ്ടാവില്ല. ഇനി 10 കൊല്ലം കഴിഞ്ഞ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണം കഴിക്കേണ്ട സാറേ നിങ്ങളും ഞാനും അല്ലേ ഉണ്ടാവുള്ളൂ. ഈ പുതിയ തലമുറ ഇവിടെ ഉണ്ടാവില്ല. അവിടെ ഇന്നു മുതൽ നിങ്ങൾ സൂക്ഷിച്ചോ. ഇത് പഞ്ചസാര തരിയാണോ MDMA ആണോ എന്ന് മനസ്സിലാവണമെങ്കിൽ പഞ്ചസാര തരി തുറന്നു വെച്ചാൽ അലിഞ്ഞു പോവില്ല, MDMA തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും. അതുകൊണ്ട് ലേസിന്റെ പാക്കറ്റ് പോലെ അല്ലെങ്കിൽ ഷാംപൂ സാഷെ പോലെ എയർ ടൈറ്റ് ബാഗിന്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ? എല്ലാ വീടുകളിലും ഇത് പരിശോധിക്കണം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു പ്രാവശ്യം ഇത് പൊടിച്ചിട്ടോ തയ്ച്ചിട്ടോ ആ വെള്ളത്തിലിട്ടിട്ടോ ഐസ്ക്രീമിലിട്ടിട്ടോ ജ്യൂസിലിട്ടിട്ടോ മുട്ടായ്മയിൽ വരട്ടിയിട്ടോ കുട്ടിയുടെ വയറ്റിലേക്ക് അങ്ങ് പോയാൽ, അത് ചുണ്ടിലൂടെ ആയാലും കണ്ണിലൂടെ ആയാലും ഭക്ഷണത്തിലൂടെ ആയാലും, ഇത് വയറ്റിന്റെ ഉള്ളിലേക്ക് പോയാൽ കുട്ടി 48 മണിക്കൂർ സന്തോഷത്തിന്റെ ലോകത്ത് പറക്കും. ഇവിടെ ചങ്ങായി എനിക്ക് പറക്കണേ ഇത് തിന്നാ മതി, നല്ലോണം പറക്കാം. പക്ഷേ 7.5 കൊല്ലം കൊണ്ട് മുഴുത്ത ഭ്രാന്തനായി മാറും. ചത്തുവയ്ക്കേണ്ട കുറ്റിടേ. കള്ളു കുടിച്ചാൽ ഓഫാവുക ചെയ്യാ, അല്ലെ കള്ളു കുടിച്ചാൽ ആടി നടക്കുക ചെയ്യാ. നല്ല രസം ഉണ്ടാവും നടത്തം കാണാൻ. സെറിബല്ലത്തിന്റെ ബാലൻസ് തെറ്റി പോവുക ചെയ്യാം. പക്ഷെ MDMA സ്റ്റാമ്പ് പോലത്തുള്ള ഡിജിറ്റൽ ലഹരി ഉപയോഗിച്ചാൽ 48ാമത്തെ മണിക്കൂർ തലച്ചോറുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. തീയിലേക്ക് കൈ പോകുമ്പോൾ കൈ ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിയുന്നത് പോലെ, കാലിന്റെ ഉള്ളിൽ മുള്ളു തട്ടിയാൽ കാല് ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിയുന്നത് പോലെ, എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അച്ഛനെ കാണുമ്പോൾ എൻ്റെ അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഭയമുണ്ടാവുന്നത് പോലെ MDMA ഉപയോഗിച്ചാൽ 48ാമത്തെ മണിക്കൂറിൽ ഈ സംഗതി എല്ലാം നശിച്ചു പോകും. അച്ഛനെയും തിരിയില്ല, അമ്മേനെയും തിരിയില്ല. പ്രണയിക്കുന്നവൻ പ്രണയിച്ചുകൊണ്ടേയിരിക്കും, പാട്ടുപാടുന്നവൻ പാട്ടുപാടിക്കൊണ്ടേയിരിക്കും, രാഷ്ട്രീയം നടത്തുന്നവൻ രാഷ്ട്രീയം നടത്തിക്കൊണ്ടേയിരിക്കും. അതതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മകൻ ഇത് ഉപയോഗിക്കുന്ന മനസ്സിലാവണമെങ്കിൽ 6 മാസം കഴിയണം. 6 മാസം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് ഇതിൽ വയലന്റ് ആവും. 9 മാസമാകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് ഇതിൽ അടികൂടും. 11 മാസമാകുമ്പോഴേക്കും പൊതുസ്ഥലങ്ങളിൽ ഇടപെടാത്ത, പൊതുസ്ഥലങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത മനുഷ്യജന്മങ്ങൾ പൊതുസ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കും. ഇത് മാത്രമേ നിങ്ങൾക്ക് അപ്പോഴേക്കും ഈ പിടുത്തം വിട്ടു.
അതുകൊണ്ട് മക്കളോട് എനിക്ക് പറയാം, മക്കളെ ഇതിൽ ലഹരി മാഫിയ ഇവരറിയാതെയാണ് ഇവരെ വായിന്റെ ഉള്ളിലേക്ക് ഇത് കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് മനസ്സിലായിക്കോളി, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതൊരു പ്രാവശ്യം നാവിന്റെ തുമ്പിലേക്ക് പോയാൽ 48 മണിക്കൂർ ഇതിന്റെ ഹാങ് ഓവർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും ഈ സാധനം ചുണ്ടിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഇതിലേക്ക് മൂത്ത ഭ്രാന്താവും. വിഡ്രോവൽ സിൻഡ്രോം 48ാമത്തെ മണിക്കൂറിൽ ഉണ്ടാവും. ഭീകരമാണോ അല്ലയോ? എന്തിനാ ഇപ്പം മക്കൾക്ക് വെറുതെ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു പ്രാവശ്യം വെറുതെ കൊടുത്താൽ 48ാമത്തെ മണിക്കൂറിൽ ഇവൻ ഇത് തേടി വരും. ഒരു പ്രാവശ്യം കൂടി കൊടുത്താൽ ഇതിന് അടിമയായിപ്പോയി. മനസ്സിലായില്ലേ? അമ്മ, ഞാൻ നിങ്ങൾക്ക് ഇത് ക്ലാസ് കഴിയുമ്പോൾ ഒരു മുട്ടായി കലക്കി ഇതിന്റെ ഒരു MDMA തന്നെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുന്നമ്മ? 48 മണിക്കൂറിൽ നിങ്ങൾ ലോകത്ത് പാറി നടക്കും. ഓക്കെ, നിങ്ങളുടെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ 48ാമത്തെ മണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് വേണമെന്ന് തോന്നും. നിങ്ങൾക്ക് ഇടുന്ന് കിട്ടും ഇത്. നിങ്ങൾക്ക് എന്റെ അഡ്രസ് അറിയോ? നിങ്ങൾ എന്റെ വീട്ടിന്റെ മുറ്റത്തുണ്ടാവും. ആ മുറ്റത്തെത്തിക്കാനുള്ള ശക്തിയുടെ പേരാണ് MDMA. നക്ഷത്ര എന്ന് പറയുന്ന 4 വയസ്സുള്ള കുട്ടിയെ അച്ഛൻ സ്വന്തം ഒരു കൊല്ലന്റെ ആലയിൽ പോയി മഴു സ്വന്തമാക്കി ഉണ്ടാക്കി വീട്ടിലേക്ക് വന്ന് തറച്ച് മുറിക്കാൻ ആ അച്ഛന് കിട്ടിയ കരുത്തിന്റെ പേരാണ് MDMA. 9ാം ക്ലാസ്സിലെ ചെക്കൻ, സെക്സ് ഇഷ്ടപ്പെട്ട ചെക്കൻ, വീട്ടിലുള്ള 76 വയസ്സുള്ള കിടപ്പ് രോഗിയായ സ്ട്രോക്ക് വന്ന് മലമൂത്ര വിസർജനം കട്ടിലിൽ നടത്തുന്ന 74 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ശക്തിയുടെ പേരാണ് MDMA. 18 വയസ്സുള്ള പെൺകുട്ടി കച്ചവടക്കാരനെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവനെ മാർബിൾ മുറിക്കുന്ന മെഷീൻ കൊണ്ട് അറുത്ത് മാറ്റി സഞ്ചിയിലേക്കാക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടിടാൻ ആ പെൺകുട്ടിക്ക് കിട്ടിയ ശക്തിയുടെ പേരാണ് MDMA. അത്